ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ തോരനാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് മാത്രം. അത് ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പോളം തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂണോളം കുരുമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി. എനിക്കിവിടെ നല്ല വലിയ സൈസ് വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാനൊരു 1.5 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് ഇഞ്ചി, കടുക് വറുക്കാൻ 2 വറ്റൽമുളക്. ഇത് കൂടാതെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം. ഇത്രയും കൂടി നമുക്ക് ആവശ്യമാണ് ഈ കറിക്ക്. ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. അപ്പം എനിക്ക് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സ്പൈസ് ലെവൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് ചേർക്കാം. ഇത് കൂടാതെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പക്ഷേ കുരുമുളകിൻ്റെ അളവ് കൂട്ടുന്നതാണ് എപ്പോഴും നമ്മുടെ ഒരു സ്റ്റൊമക്ക് ഫ്രണ്ട്ലി. അപ്പോൾ കുരുമുളക് പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുരുമുളക് പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാല നമ്മൾ 3/4 ടീസ്പൂണേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഈ കറി ഉണ്ടാക്കി അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോവാതെ. ഈ കടായിയുടെ ഒരു ചൂട് തന്നെ അത് ഒന്ന് ആ ഒരു പച്ചമണം മാറിക്കിട്ടും. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് അരയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു 2-3 സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം, നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ. ഏകദേശം നമ്മൾ വറുത്ത മീനിനൊക്കെ അരയ്ക്കുന്ന ഒരു കൂട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഇത് ഒരു തോരനാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമ്മളൊരു ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു കടായി ആണെങ്കിലും മതി, അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മളിതിനകത്ത് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ശരിക്കും ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇത്രയും തൊലിച്ചെടുത്ത് അരിയാനുള്ള സമയം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്, ഒരു മീഡിയം സൈസ് സവാള. പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി തന്നെയാണ്. ചെറിയ ഉള്ളി ഈ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ഇതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. ശരിക്കും കറിവേപ്പിലയും നമുക്ക് കുറച്ച് കൂടുതലിടാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചുമന്ന് കിട്ടണ്ട, പക്ഷേ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഉള്ളി ഒന്ന് വെന്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, നല്ലോണം മൂക്കണം എന്നില്ല, കാരണം നമ്മളിനി ഇത് വേവിക്കുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കൂട്ടുകൂടി ചേർക്കാം. അപ്പോൾ ഇതൊരു തോരനാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ട് അരയ്ക്കുമ്പോഴും ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ഞാൻ ആ അരച്ച മിക്സിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കറിവേപ്പിലയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. 2 പൾസ് മതി. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് പെരിഞ്ജീരകവും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി തേങ്ങയായിട്ട്.
അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ചിക്കൻ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ഇത് കണ്ടോ, അതിനകത്തുനിന്ന് തന്നെ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഒന്നുകൂടി അടച്ച് വേവിക്കാം. ഏകദേശം ഞാനൊരു 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പം വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രം തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർക്കാം. ഇപ്പം മൺചട്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്തോളും. ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ നമ്മളൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഞാൻ അവസാനം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണ്. ഒരുപാട് സ്പൈസി അല്ല. നമ്മളിതിനകത്ത് ആകെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ.